സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ആ ബ്രഹ്മാണ്ഡ സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നു. സോ അതോടെ തന്നെ നമ്മൾ ഇന്നൊരു നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു റിവ്യൂ തന്നെയാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിൽ തുടങ്ങാൻ നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആരും കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ ഒരു നിൽക്കാൻ നോട്ടിഫിക്കേഷൻ എന്താണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഒറ്റ വകയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പടം. ഇവർ രണ്ടുപേരുടെയും കെമിസ്ട്രി അങ്ങേയറ്റമാണ്. എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് അതിനപ്പുറം ഈ ഒരു സിനിമയിലൂടെ ഈ രണ്ട് നടന്മാരും നമുക്ക് നൽകിയിട്ടുണ്ട്. ഡെഡ്പൂളിൽ നിന്നും വോൾവറിനിൽ നിന്നും നമ്മൾ എന്ത് പ്രതീക്ഷിച്ചോ അത് ലഭിക്കുന്നു. എങ്ങനെയാണോ നമ്മൾ വോൾവറിനെ കാണാൻ ആഗ്രഹിച്ചത് ആ ഒരു രീതിയിൽ തന്നെ മാർവൽ പുള്ളിക്കാരനെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ ഡെഡ്പൂൾ എങ്ങനെ ആകണമെന്ന് മാറിയോ അതുപോലെ മാറിയിട്ടുമുണ്ട്. അത് തീർച്ചയായിട്ടും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നല്ല രീതിയിൽ ഗുണം ചെയ്യാനും പോകുന്നു. ഇത്തരത്തിൽ പറഞ്ഞാൽ ഒരു ഫൺ പാക്കായിട്ടുള്ള ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. ഈ സിനിമയിലെ ഏറ്റവും വലിയ കാര്യത്തും ഇവർ രണ്ടുപേരുടെയും കെമിസ്ട്രി തന്നെയാണ്. സിനിമയുടെ ഒട്ടുമിക്ക രംഗങ്ങളിലും ഇവർ രണ്ടും പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു കഥാപാത്രങ്ങൾക്കും ഒന്നും തന്നെ ചെയ്യാൻ ഇല്ല എന്നൊരു സാഹചര്യം പോലും പല സിറ്റുവേഷനിൽ വരുന്നുണ്ട്. എന്തിന് ബാക്കിയുള്ള പ്രധാനപ്പെട്ട പലർ വന്നാൽ പോലും അവർക്കൊന്നും ഒരു റോളില്ല. ഇവർ രണ്ടുപേരും മാത്രം മുന്നിൽ. പേര് പോലെ തന്നെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ തന്നെയാണ് സിനിമയിൽ മുഴുനീളവും. ഒരു വലിയ വില്ലൻ കഥാപാത്രം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ സമയത്തിന് ശേഷം പിന്നെ പുള്ളിക്കാരിക്ക് പോലും ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം ഇവർ രണ്ടുപേരും തന്നെയാണ് മുഴുനീളം സ്ക്രീൻ പ്രസൻസിലും ഇതൂടാതെ ബാക്കി എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നത്. അത്രത്തോളം കെമിസ്ട്രിയിലും ഇതൂടാതെ ബാക്കിയുള്ള ബോണ്ടിങ്ങിലും ഈ രണ്ട് കഥാപാത്രങ്ങൾ അത്രത്തോളം മത്സരിച്ച് അഭിനയിക്കുക തന്നെയാണ്. ഇത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. എന്നാൽ ഇത് മാത്രമല്ലാതെ ഏറ്റവും കൂടുതൽ ഈ സിനിമയെ ആകർഷിക്കാൻ പോകുന്ന മറ്റൊരു ഘടകം തന്നെയായിരിക്കും സിനിമയിലെ കേമിയോസ്. ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നില്ല, അത്രമാത്രം പ്രതീക്ഷിക്കാത്ത പല കേമിയോസ് തന്നെയാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരെയും കണ്ടിട്ടില്ല, എന്നാൽ പ്രതീക്ഷിക്കാത്ത ഞെട്ടിച്ചിട്ടുള്ള പലരും സിനിമയിൽ വന്നിട്ടുണ്ട്. ഞെട്ടിക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തീരെ ഒരു പോയിന്റ് പോലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലരും സിനിമയിൽ വന്നു പോകുന്നു. അത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നിങ്ങളിലെ ആ ഒരു ആരാധകനെ ഉണർത്തുന്നതും. നമ്മൾ തീർച്ചയായിട്ടും തീരെ പ്രതീക്ഷിക്കില്ല ഇത്തരം കഥാപാത്രങ്ങൾ വരുമെന്നുള്ളത്. എന്നാൽ അവർ വന്നു കഴിഞ്ഞു, അതും സ്ക്രീനിൽ. ഇവർ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു രീതിയിൽ തന്നെ നമ്മൾ ആ പർട്ടിക്കുലർ ടൈമിനെ അക്സെപ്റ്റ് ചെയ്യും. അത്രത്തോളം ഗംഭീരം. ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ മുഴുനീളം നമ്മളെ സർപ്രൈസ് കൊണ്ട് ഞെട്ടിക്കും. അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. ഈ സിനിമയിലെ ഓരോ പർട്ടിക്കുലർ ഏരിയസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിംഗ് വൈസ് ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മേക്കിംഗ് ഷോൺ ലെവി അതിമനോഹരമായി തന്നെ എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ആ ഒരു ടിപ്പിക്കൽ രീതിയിൽ തന്നെ ഇതിൻ്റെ ഓരോ സീൻസിനെയും പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫൈറ്റെല്ലാം അധികം കട്ടുകളില്ലാതെ ഒറ്റ ഷോട്ടിൽ തീർക്കുന്ന രീതിയിൽ തന്നെയാണ് പല സീനുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഥവാ വലിയ ഒരു മേക്കിംഗ് എഫക്റ്റോ അല്ലെങ്കിൽ കട്ട് ഇല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ പല ഫൈറ്റുകളും നമുക്ക് കാണാൻ സാധിക്കുന്നു. ചിലത് റോ ഫോർമാറ്റിൽ തന്നെ. മാർവലിലെ ആദ്യ 6 സിനിമ അതിമനോഹരമായി തന്നെ മാർവൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ബ്ലഡ് ഷോട്ട്സും ഇതുകൂടാതെ ബാക്കിയുള്ള ക്രൂരമായിട്ടുള്ള എല്ലാ വിലാസങ്ങളും സിനിമയിൽ നല്ലതുപോലെ നടക്കുന്നുണ്ട്. അതിൽ ഡെഡ്പൂൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതിന് സിനിമയുടെ തുടക്കം തന്നെ അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ കാർഡുകൾ കാണിക്കുമ്പോൾ തന്നെ ബ്ലഡും എല്ലും പല്ലും ഇത്ര മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. അത്രമാത്രം മാർവൽ വരവറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മാർവലിലെ മറ്റൊരു തരം തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ നമ്മൾ കാണുന്നത്. എന്നാൽ പോലും സിനിമയിലെ എല്ലാ വശങ്ങളും പോസിറ്റീവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് പേർക്കെങ്കിലും പറയാൻ സാധിക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിനിമയുടെ സ്റ്റോറി തന്നെയായിരിക്കും. പ്രത്യേകിച്ച് സിനിമയുടെ റൈറ്റിംഗ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം എല്ലാവരുടെയും ലോജിക്ക് പ്രകാരം ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ ലോജിക്കലി നടക്കുമോ എന്നുള്ള ചോദ്യം പലർക്കും വരും. പൊതുവെ മാർവലിൻ്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ചോദ്യം പതിവ് തന്നെയാണ്, ലോജിക്കലി ഇതൊക്കെ നടക്കുമോ എന്നുള്ളത്. എന്നാൽ ഇതൊരു സിനിമയാണ്, പ്രത്യേകിച്ച് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നടക്കുന്ന ഒന്ന് തന്നെയാണ്. സോ അതോടെ തന്നെ ആ ഒരു രീതിയിൽ മാത്രം നമുക്ക് ഈ ഒരു സിനിമയെ കണ്ടെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. എന്നാൽ അതേപോലെ തന്നെ ഫൈറ്റായാലും ബാക്കിയുള്ള എല്ലാ രംഗങ്ങളായാലും സിനിമ അതിമനോഹരമായി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും 2 മണിക്കൂർ 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളൊരു സിനിമയാണ്. എന്നാൽ പോലും നമുക്ക് ഒരുപാടധികം ദൈർഘ്യം ഫീൽ ചെയ്യും ഈ ഒരു സിനിമ. സോ അതുകൊണ്ട് തന്നെ അത് ആ ഡയറക്ടറുടെ മികവ് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്രമാത്രം VFX രംഗങ്ങളിലായാലും ഇതോടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലായാലും സിനിമ നല്ലതുപോലെ വരവറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് മാത്രമല്ലാതെ സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിൽ കൂടുതലും അവർ പ്രാധാന്യം കൊടുക്കുന്നത് ഫോക്സിൻ്റെ എക്സ്മെൻ യൂണിവേഴ്സിനാണ്. പ്രത്യേകിച്ച് ഫോക്സ് യൂണിവേഴ്സിന് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയെ അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വലിയ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഡെഡ്പൂളിനെയും വോൾവറിനെ എല്ലാം കണക്ട് ചെയ്യുന്നതും ബാക്കിയുള്ള കഥാപാത്രങ്ങളെല്ലാം കണക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും MCUവിൻ്റെ എലമെൻറ്റോട് തന്നെയാണ്. MCUവിന് നല്ല രീതിയിൽ പങ്കുണ്ട്. എന്നാൽ പോലും ഫോക്സിന് ട്രിബ്യൂട്ട് എന്ന രീതിയിൽ തന്നെയാണ് മാർവൽ ഈ സിനിമ ഒരുക്കി വെച്ചിട്ടുള്ളതും. അത് ഒരു പ്രത്യേക രീതിയിൽ തന്നെ
അതേപോലെ തന്നെ സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പോസ്റ്റ് ക്രെഡിറ്റ് സീനുകൾ ഈ സിനിമയ്ക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, എന്നാൽ അത് ജസ്റ്റ് ഒരു കോമഡി അല്ലെങ്കിൽ ഫൺ എലമെൻ്റ് എന്ന രീതിയിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നതും. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അന്യായ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഞെട്ടലും ഇതോടെ എക്സ്പീരിയൻസും കാര്യങ്ങളും അറിയാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞറിയേണ്ടി വരും. അത് നോക്കാതെ തിയേറ്ററിൽ തന്നെ പോയി കാണുക. പോയിലേസ് ഇഷ്ടം പോലുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. സോ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസീസും പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇനി പിന്നെ നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ വരാമൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.